വീട്ടിലെ പെയിന്റ് അടിക്കാൻ വന്നായിരുന്നു. ഞാൻ 9ാം ക്ലാസ് ആകുമ്പോ പഠിത്തം നിർത്തി. ഇവൻ എന്നെക്കാൾ 2 വയസ്സുള്ളതാ. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിത്തം നിർത്തി. ഞാൻ പണിക്കിറങ്ങി, പണിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പല പണിക്കും പല പണികൾക്കും പോയിട്ടുണ്ട്. ഫസ്റ്റ് പോയത് പെയിന്റ് പണിയാന്ന് തോന്നുന്നല്ലേ. ഫസ്റ്റ് പെയിന്റിന്റെ പണിയിലാണ് തുടങ്ങുന്നത്. പിന്നെ ഇറച്ചിക്കടയിൽ, കോഴിക്കടയില് ഇറച്ചി വെട്ടാന്, പിന്നെ കല്ലിന്റെ പണി, പിന്നെ വയറിങ്, പ്ലംബിങ്, പിന്നെ കൊറേ ഉണ്ട്. ഒരു 10 കൂടുതലുണ്ട്. എന്തായാലും 10-15 പണിന്റെ കൂടുതലുണ്ട്. മൊബൈൽ ഷോപ്പ്, പോളിഷ്, പിന്നെ കൂർഗിൽ ഡ്രസ് ഷോപ്പ്, ഫുട്പാത്ത് കച്ചവടം. ഞാൻ കൂർഗ് അറിയോ? വിരാജ്പട്ടം, മൈസൂർ അടുത്തല്ലേ? കൂർഗില്. ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ടുണ്ട്. അതായത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താനൊരു കാരണം ഉണ്ടായിരുന്നു. ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പണിക്ക് ഇറങ്ങിയല്ലോ. അതിനുശേഷം അതിലേറ്റവും മെമ്മറബിൾ പണി എന്ന് പറഞ്ഞാൽ ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ട് കുശാൽ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കർണാടകക്കാരുടെ ഇടയിലായിരുന്നു. അവിടെ ഒരു ഡ്രസ്സിന്റെ, അതായത് ഫുട്പാത്തിൽ ഡ്രസ്സ് വെക്കുന്ന ഒരു പണിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വയസ്സുകളുടെ ഡ്രസ്സുകളാണ്. അതിലിങ്ങനെ 30 രൂപ ഉളകട പന്നി 30 രൂപ വിളിച്ച ആളെ കൂട്ടി, ഇങ്ങനെ കൈകൊട്ടി വിളിച്ച ആളെ കൂട്ടി ഇത് കച്ചവടം ചെയ്ത. അതാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ആദ്യത്തെ ജോലി, ആദ്യം ഞാൻ ജോലിക്ക് വന്ന പെയിന്റ് പണിയാണ്. അപ്പൊ